ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോൾബി ഹമീദ്. നമുക്ക് ഒരു റെഫറൽ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാമെന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഈ രജിസ്ട്രേഷൻ ലിങ്ക് റെഫറൽ ലിങ്കാണിത്. ആ റെഫറൽ ലിങ്ക് ഞാൻ തുടർന്ന് സേവ് ആപ്പിൻ്റെ റെഫറൽ ലിങ്കാണ്. അത് ഞാൻ ടച്ച് ചെയ്യുന്നു. അന്നേരം നമുക്ക് ആപ്ലിക്കേഷൻ ഫോമായിട്ട് ഒരു വിൻഡോസ് വരുന്നു. അതിനകത്ത് നമുക്ക് ഫുൾ നെയിം വിനോദ് പി, നാഷണാലിറ്റി ഇന്ത്യ, സെലക്ട് സ്റ്റേറ്റ് കേരള, മൊബൈൽ നമ്പർ 098 266 93, ഇമെയിൽ ഐ ഡി കൺട്രീസ് മാറി വന്നുകൊണ്ട് ഓക്കെ, സെലക്ട് കേരള. യൂസർ നെയിം, നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ ചെയ്യാം. വിനോദ് #123. അദ്ദേഹത്തിന് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ ചെയ്യാം. വിനോദ് #123. അഗെയിൻ പാസ്വേഡ് കൺഫേം ചെയ്യാം. വിനോദ് #123. ഇനി നമുക്കത് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഐ എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗിവൺ. അതിൽ ടിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഒരു OTP വരും, ഇമെയിലിലേക്കും നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും. ഞാൻ മെയിലിലേക്ക് പോകുന്നു. ഇതിൽ മെയിൽ ഐ ഡി നോക്കാം. പുതിയ മെയിൽ ഐ ഡി വന്നിരിക്കുന്നത്. മെയിൽ ഐ ഡിക്കകത്ത് ഒരു OTP വന്നിരിക്കുന്നുണ്ടാവും. പുതിയൊരു OTP. ഇതൊന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്തു. ഇവിടെ ടൈപ്പ് OTP എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്യാം. ശേഷം വെരിഫൈ ചെയ്യാം. സേവ് ചെയ്യാം പാസ്വേഡ്. ശേഷം രജിസ്ട്രേഷൻ ഡൺ സക്സസ്ഫുള്ളി എന്ന പേജ് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ഇനി വരുന്ന അടുത്ത വിൻഡോസ് മൈസേവ് പേഴ്സണൽ ആപ്പ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് ടു ബിക്കം എ റീസെല്ലർ പ്ലീസ് ലോഗിൻ ടു എന്നുള്ളിടത്ത് റീസെല്ലർ ചെയ്യുക. റീസെല്ലർ ക്ലിക്ക് ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ യൂസർ നെയിമോ അടിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, വിനോദ്
വിനോദ് #123. വിനോദ് #123. പാസ്വേഡ് വിനോദ് #123. സൈൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തു. ലോഗോ സേവ്, പാസ്വേഡ് സേവ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്യുക. യുവർ നോട്ട് ആക്റ്റീവ് ക്ലോസ് ചെയ്തു. ബി എ റീസെല്ലർ. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഐ അഗ്രീഡ് ഓൾ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗിവൺ എബവ്. അത് ടിക്ക് ചെയ്തു. സേവ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ. അടുത്ത ചോദ്യം KYC ആണ്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ. ഇതിൽ നിന്നും നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡ്. അപ്പോൾ വിനോദിൻ്റെ പ്രൊഫൈൽ അടങ്ങിയ എല്ലാ ഡാറ്റയും ഇവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ID കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. അദ്ദേഹത്തിൻ്റെ അതിലേക്ക് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പർച്ചേസ് വാലറ്റ്, അദ്ദേഹത്തിൻ്റെ പർച്ചേസ് പോയിൻ്റായിട്ട് 500 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ക്യാഷ് വാലറ്റിൽ ചെക്ക് ചെയ്യാം. ക്യാഷ് വാലറ്റിൽ 50 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് അത് ഏത് എമൗണ്ട് റീചാർജ് ചെയ്യുന്നു അദ്ദേഹത്തിന് വീണ്ടും 49 രൂപ ബോണസായിട്ട് അതിലേക്ക് ലഭിക്കും. അങ്ങനെ 99 രൂപ റീചാർജ് വകയിലുള്ള ബോണസായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതായിരിക്കും. അത് ക്ലോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റെഫറൽ ലിങ്ക്, അതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള റെഫറൽ ഷെയർ ലിങ്ക് അല്ലെങ്കിൽ റെഫറൽ ലിങ്ക് എന്ന് പറയും. അതെടുത്തിട്ട് ഒരു നമ്പറിലേക്ക് വിടാം. ഓക്കെ. താങ്ക് യു.